ഉസ്താദ് ഉസ്മാൻ. എവിടുന്നാ? കമ്മിങ് ഫ്രം കുവൈറ്റ്. മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം ഏത് ഫ്ലാറ്റിലാണ് താമസം? മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം എന്നൊരാൾ ഇവിടെ താമസമില്ല. റോയിച്ച് എന്നൊരു സാറ് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മളാരാ? ഞാൻ മുകളത്തെ ഫ്ലാറ്റിലെ ഡ്രൈവറാ. ഡ്രൈവറാണല്ലേ? കൺട്രി ഫെലോ. എവിടുന്ന് കുറ്റിയും പഠിച്ച് വന്നടാ ഇതൊക്കെ? മിസ്റ്റർ റോയിച്ചനുണ്ടോ? ഉണ്ടല്ലോ. എവിടുന്നായിരുന്നു? ഐ എം ഫ്രം കോട്ടയം. കയറിയിരിക്കും, വിളിക്കാം. താങ്ക് യു. മിസ്സിസ് ആണല്ലേ? നിങ്ങളുടെ മാരേജ് നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെൻ ഐ വാസ് ഇൻ കുവൈറ്റ്. എ സി ഇല്ലേ? എങ്ങനെ എ സി ഇല്ലാതെ നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഐ കാൻ ബിലീവ് ഇറ്റ്. ഉസ്മാൻ, താനും എത്തിയോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ. നാട്ടിൽ ഇറച്ചിക്കാരൻ അന്ത്രുവിന്റെ മോൻ. കുവൈറ്റിലായിരുന്നു. അവിടുന്ന് തല്ലി പറഞ്ഞേച്ചാ. നോ ബുച്ചർ, ഐ എം ഓൺലി ഡ്രൈവർ. ഡോ ആദ്യം താൻ മലയാളം മര്യാദയ്ക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. താനിവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞത്. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇറച്ചിക്കാരെന്നൊന്നും വിളിക്കരുത്. കോൾ മീ ഓൺലി ഡ്രൈവർ. അത് ന്യായം. വാ, വണ്ടി കാണിച്ചുതരാം. ഇതാ വണ്ടി. ഇത് സുസൂക്കി അല്ലേ? കുവൈത്തില് അറബികൾ 2 മെർസൈഡീസ് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണത്. വേണ്ട, അത് വേണ്ട. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാ നമ്മുടെ പുതിയ ഡ്രൈവർ. നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാ? എന്നാ പിടി. ഡ്രൈവറാണല്ലേ? പൂവർമാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് അവന്റെ പിള്ളേരെയും നോക്കി നടന്നിട്ട് നാട്ടിൽ വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ചു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണ്ടല്ലേ ഇനി വരെ ഇവിടെ? ഹസ്സ എപ്പോ വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത്. റോയിച്ചിന് വലിയ ഇഷ്ടമായിരിക്കുക. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്കിൽ വരാനിരിക്കുക. ഇത്തവണ വരുമ്പോ 2 ബെഡ്റൂമിൽ വെക്കാൻ സാനിയോട് 2 AC കൊണ്ടുവരാൻ എഴുതിയിട്ടുണ്ട്. അതേതായാലും നന്നായി. ബെഡ്റൂമിൽ നല്ല ചൂടാണ്. അയ്യോ, ഇവിടുത്തെ ബെഡ്റൂമിലേക്കല്ല, വീട്ടിലെ ബെഡ്റൂമിലേക്കാ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് മിസസ് മേനോന്റെ ബെഡ്റൂമിൽ വെക്കുന്ന കാര്യം തന്നെയാണ്. ആഹാ, മോൾ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? അയ്യോ, അസിന്റെ കോള് വരുന്ന സമയമായി. കോള് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അസ് വറീഡാവും. അതാ പുള്ളിക്കാരൻ നേച്ചർ. ഞാൻ വരട്ടെ മോളെ? ആയിട്ട് വരട്ടെ. എന്റെ കർത്താവേ, സഹിക്കത്തില്ല. എന്നാ കത്തിയാ? അപ്പോഴേ കുവൈറ്റ് ഉസ്താദിന് എന്നാ പണിയാണെന്നാ പറഞ്ഞേ? വെള്ളമടി. വെള്ളമടിയോ? അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു? അവിടെ കൂടുതലും വെള്ളമടിക്കുന്നത് മലയാളികളാണല്ലോ. എത്ര പേരെ നമുക്കറിയാമെന്നറിയോ? നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരു 7-7:30 വരെ നിർത്താതെ ഒരേ അടിയാ. ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ? എന്ന് വെച്ച് അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ വെള്ളം അടിച്ചില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. ഇങ്ങനെ വെള്ളമടിച്ചല്ലേ ഞാൻ സുക്കാ പൈൽമാനായി പോയത്. അതെന്താ നിങ്ങളെ കൊണ്ട് വെള്ളം അടിപ്പിക്കണമെന്ന് അറബികൾക്ക് ഇത്ര വാശി? വാശിയല്ല, നമ്മള് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുള്ളൂ. അപ്പോ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നല്ലാതെ. ഞാൻ വിചാരിച്ചു സ്മോൾ അടിക്കുന്ന കാര്യമാണെന്ന്. സ്മോൾ അതിയപ്പോ കാറാമല്ലേ? എടാ ഉസ്താദേ, നീ ആ റോട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തന്നെ. ഇവിടുത്തെ പൈപ്പിൽ വെള്ളമില്ല. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ, വെള്ളം അടിക്കാൻ വന്നതല്ല. നിന്നോട് വെള്ളം അടിക്കാനല്ലേ പറഞ്ഞേ? ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളം അടിച്ച് നടന്നോനാ. അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഇവിടുന്ന് വെള്ളം അടിക്കാൻ പറഞ്ഞാലല്ലോ അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെത്താനെ പോയി കോരണം. ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരലും മറകോട്ടിലും ഒക്കെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നൊക്കെ ഇടപാടം വിളിക്കുന്നത്. ചെറുപ്പക്കാരായുള്ള നമ്മളോട് പറയും പോലെ പ്രായം ചെന്നവരോട് പറഞ്ഞാൽ അവർക്ക് രസിക്കോ? കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും യൂണിയൻ അല്ലേ? വാടാ, ഞാൻ കളി പഠിപ്പിച്ചാരാടാ. എടാ സർദാർജീനെ വരച്ച വരെ നിർത്തിയോടാ ഈ കത്രീനെ. പിന്നെ 2 ചോട്ടകള് പാകല്ലോ. അതെന്നാ പറഞ്ഞിട്ട് പോയത്? നമുക്ക് ഭ്രാന്ത്. ഭ്രാന്ത് ഞങ്ങൾക്കല്ല, നിങ്ങളുടെ വള്ളക്കാ. എന്താണ് കുത്തേ?
पागल तुम्हारी माँ है और एक बार बुला है तो നിന്റെ പല്ലടിച്ചാൽ കൊഴിക്കും എന്താണൊന്നും ഉണ്ടാത്തത് കാണിച്ചെടുക്കാൻ ये बुड्ढी हिंदी में गाली देता है धैर्य नहीं मलयालम बोलो देखेगा बंदर बंदर की बच्ची कोरंगती കൊരങ്ങത്തി ശരിയാ പടം നീ എന്ത് മനസ്സിലാക്കി വിട്ടില്ല എന്റെ മാതാവേ എനിക്ക് വയ്യായേ എന്റെ ഈശോ എന്റെ അമ്മേ എനിക്ക് വയ്യേ എടത്തിയേ പനി എങ്ങനെയുണ്ട് കുറവുണ്ടോ ഇല്ല റോയി കുഞ്ഞെ ഇതെന്നെയും കൊണ്ടേ പോവുള്ളെന്ന് തോന്നണേ പേടിച്ച് പനി വന്നല്ലേ ആ ഉസ്താദ് ആളാരാണെന്ന് അറിയാവോ കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ അയാളോടൊക്കെ എന്തിനാ ഉടക്കാൻ പോകുന്നത് മരുന്നല്ലോ വാങ്ങണം എന്നത്തിനാ കുഞ്ഞെ മരുന്നൊന്നും വേണ്ട റോയി കുഞ്ഞിന്റെ കയ്യിൽ ബ്രാൻഡി ഇരിപ്പുണ്ടോ എന്നാത്തിനാ കുറുമള കിട്ടി 2 പെഗടിച്ച പനിയൊക്കെ അങ്ങ് മാറും ആ ഫസ്റ്റ് മനസ്സിലായി മനസ്സിലായി അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ സാരമില്ല കിടന്നട്ടെ കൊണ്ടുതരാം വേഗം കൊണ്ടുവന്നേ ഇവിടെ ഇവിടെ ആയിരിക്കുന്നു എന്നതാ എന്നതാ കുപ്പി ഇപ്പൊ എവിടെ എടുത്തോണ്ട് പോകുന്നു കത്തിരടി ചേട്ടത്തേക്ക് പനിയാ 2 പേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ റോയിച്ച എനിക്കൊരു സംശയം എന്നതാ ഈയിടെയായിട്ട് റോയിച്ചിന് 2 പെഗ് എന്നുള്ളത് കൂട്ടുന്നുണ്ടോന്ന് അയ്യേ എന്താ രണ്ടുപേരും കൂടെ കിച്ചണിൽ കയറിയിരിക്കാൻ എന്നതാ കയ്യില് കുറച്ച് പായസം അയ്യോ പായസം എന്ന് പറഞ്ഞാ എനിക്ക് ജീവനാ ഷൈനി പറഞ്ഞു ഇന്നെന്താ വിശേഷിച്ച് വിശേഷമൊന്നുമില്ല വെറുതെ ഉണ്ടാക്കിയതാ എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ അല്ലേലും ഈ ക്രിസ്ത്യാനിയൊക്കെ ഇറച്ചിയും മീനും അല്ലാതെ വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ തൂശനിലയില് തൊടുകറിയൊക്കെ വെച്ച് ഈ പഴം പപ്പടം പായസം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഊണുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വല്ലോ ഇവക്കറിയാവോ ഞാൻ കണ്ടില്ലേ പച്ച അരച്ചിട്ട് മൊരിക്കുന്നത് ഓണം വരട്ടെ ശ്രീദേവി ഇത് വെറുതെ സുഖിപ്പിക്കാൻ പറയുന്ന കേട്ടോ ഏയ് ഞാനുള്ളത് പറഞ്ഞാ ഞാൻ വരട്ടെ കണ്ടോടി എനിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ട് വന്നത് അവള് മുമ്പും അങ്ങനെയാ ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഉണ്ടായിക്കൊണ്ട് വരും അങ്ങനെയാണോ ആ അതെവിടെ വയ്ക്ക് ആ തേങ്ങ ഒന്ന് ചെരുവേ തേങ്ങ തിരിങ്ങാനോ അല്ലെങ്കിൽ മീനൊന്നും കണ്ടിക്ക് തേങ്ങ തിരിങ്ങാം അതായിരിക്കും എവിടെ തേങ്ങ ഇതെന്നാ ഉറക്ക റോയിച്ച 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 മണി എത്രയെന്നറിയോ എന്നാ കാപ്പി എന്നാ നോട്ടോ ഇത് റോയിച്ച വേണ്ട വേണ്ട റോയിച്ച വേണ്ട റോയിച്ച വേണ്ട വേണ്ട ചേട്ടത്തി 1 കപ്പ് കാപ്പി കൂടി ആർക്കാ റോയിച്ചനാ കാപ്പിയല്ലേ ഇപ്പൊ കൊണ്ടുപോയത് കാപ്പി മറിഞ്ഞുപോയി മറിയും മറിയും ലോകത്താരും കല്യാണം കഴിക്കാത്ത പോലെ ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത് വരട്ടെ എന്തു പറ്റി പിന്നെ കാപ്പി പിന്നെയും മറിഞ്ഞു വീണു ആഹാ ഇനി മറിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇങ്ങട്ടാ ഇങ്ങോട്ടാ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എങ്ങനെയുണ്ട് ഒരു മറച്ചില് ഞങ്ങൾ ഫിഷ് ഒന്ന് നോക്കിട്ട് വരാം പാടി വാ മീനൊക്കെ ഞാൻ ഒന്ന് വാങ്ങിച്ചോളാം
വേണ്ട വേണ്ട, ഇത് വേണോ? ഞാൻ കൊഞ്ചുണ്ടോ നോക്കാം. നല്ല നോക്കി മേടിച്ചു. വേണ്ട, അതൊന്നും എടുത്ത. ഒന്നാണ് ചേച്ചി, 1ാം ക്ലാസ് മീനാ. പിടയ്ക്കുന്ന മീനാ, ഇപ്പൊ പിടിച്ചിട്ടേ ഉള്ളൂ. 1ാം ക്ലാസ് മീൻ വായിക്കട്ടെ. ചേച്ചി ഈ മീൻ വില കുറച്ച് തരാം. ഇവിടെ 1ാം ക്ലാസ് മീനാ. ഇത് നോക്കുക. മീനെന്താ വില? അതിന് 15 രൂപ. പെമ്പിളിരിക്കുന്ന കണ്ണ് കണ്ടൂടെ? മാർക്കറ്റാവുമ്പോ തട്ടേന്നും മുട്ടേന്നും ഇരിക്കും. മുട്ടു. വേണ്ട വേണ്ട. ഈ മീൻ എന്താണോ വില? അതിന് 25 രൂപ. അതിന് 5 രൂപ. വെറുതെ കിട്ടാൻ പറ്റില്ലല്ലോ. ആലവലാതി. എന്തൊരു മുട്ടാവോ മുട്ടിയത്. കൊഞ്ചില്ല. അതെ, ഞങ്ങളെടുത്ത് എപ്പോഴും ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? ആ ബ്ലാക്ക് ഷർട്ട് നോക്കണ്ട, ഇവളെ എങ്ങനെ ഇടിച്ചിട്ട് പോയി. നിങ്ങൾ മേടിച്ചു, ഞാൻ ഇപ്പൊ വരാം. എടോ, മീൻ കറക്റ്റ് വില പറഞ്ഞു കിട്ടാ. കുറയ്ക്കാൻ പറ്റത്തില്ല, പറഞ്ഞ വില. സ്ത്രീകളെ ഞോണ്ടുകയും പിറ്റിയൊക്കെ ചെയ്യുന്ന പഴയ നമ്പറാണ്. പുതിയ വല്ല ഉണ്ടായി പറഞ്ഞ എനിക്കും കൂടെ പഠിക്കാമല്ലോ. താനാരാ ചോദിക്കാൻ? ശരിയായിട്ടുള്ള ആള് തന്നെ, അതെന്റെ വൈഫാ. 10 പീസ് വേണം അല്ലേ? വഴക്കുണ്ടാകണ്ട. ഏയ്, വഴക്കൊന്നുമില്ല. ഒരു സെക്കൻഡ്, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. മുഴുവൻ മീന്റെ നാറ്റം. എത്ര പെർഫ്യൂം അടിച്ചാലും പോകും തോന്നില്ല. രാജേട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടാ ബാങ്കിലോട്ട് കയറിയെന്ന് നിനക്കറിയാവോ? എങ്കിലും റോയ്ച്ചനെ സമ്മതിക്കണം. സിനിമയിൽ കാണുന്ന പോലെ സ്റ്റണ്ട്. കുറച്ചുകൂടെ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്റെ ദേഹത്ത് മുഴുവൻ തെറിക്കുന്നു. ഞാനിപ്പോ കുളിച്ചേച്ച് ഇറങ്ങിയുള്ളൂ. നീ തേക്ക്, കുറച്ച് നാളുകൂടി ശരീരമൊക്കെ ഒന്ന് അനങ്ങി നിന്ന. നാന്ന് രാജേട്ടൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. ഓമർ ഇടിച്ച് ചമ്മന്തിയാക്കിയനെ. അയ്യടാ രാജേട്ടൻ, 5 കൊല്ലം ഞാൻ മലബാർ ഗോപാലൻകുൽക്കര കീഴിൽ കളരി പഠിച്ചവനാ. അവന്മാര് 3 അല്ല 300 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇരുന്നാട്ടെ. അവന്മാരെ കാണിച്ചെന്ന് അവസായത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു.
മതി എനിക്ക് എനിക്ക് എനിക്കാൻ നാറ്റുണ്ടോ മീൻ നാറ്റുണ്ടോ ഇല്ലെന്നേ ഒന്ന് നോക്കിയേ അയ്യോ നല്ല പോലെ തേരട്ടെ നല്ല പോലെ തേര് അയ്യോ